അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഒരു വാപ്പ മകളെ കെട്ടിക്കുന്നിടത്തുള്ള നിബന്ധനകൾ പാലിക്കാതിരിക്കുമ്പോൾ ആ നിക്കാഹിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അവരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വരുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ഇപ്പം എന്താ, ഒരു സ്ത്രീ പറയാണ് ഞാൻ കന്യകയല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കന്യകയാണ് എന്ന് പറഞ്ഞാൽ, ബക്കാറത്തും സയ്യൂബത്തും ഒരു പെണ്ണ് അഖദിന് മുമ്പ്, നിക്കാഹിൻ്റെ മുമ്പായിട്ട് പറഞ്ഞാൽ ആ വാദം അവളെ സ്വീകരിക്കണം. അവൾ പറഞ്ഞതാണ് ശരി, എൻ്റെ കാരണം ചോദിക്കരുത്. നിക്കാഹ് കഴിഞ്ഞിട്ട് പറഞ്ഞാലോ, അതായത് ഒരു വാപ്പ സമ്മതമില്ലാതെ ബിക്കറാണ് എന്ന് വിചാരിച്ച് ഒരു പെണ്ണിനെ കെട്ടിച്ചു, ബിക്കറാണ് എന്ന് കരുതി മകളെ കെട്ടിച്ചു വാപ്പ. ബിക്കറാകുമ്പോൾ സമ്മതം വാങ്ങണമെന്നില്ലല്ലോ. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അവൾ പറഞ്ഞു ഞാൻ സയ്യിബായിരുന്നു, എന്നോട് സമ്മതം വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിടയിലെ നിക്കാഹ് സ്വഹീഹായിട്ടില്ല എന്ന് പറഞ്ഞാലോ, അവിടെ അവളെ വാദം സ്വീകരിക്കലൊക്കെ നിക്കാഹിന് മുമ്പ് പറയായിരുന്നല്ലോ. അതാണ് ഈ പറയുന്നത്. വഹറജ ബി ഖൗലി ഖബ്ല അഖ്ദിൻ, അഖ്ദിന് മുമ്പ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. ദഅവാഹ അസ്സുയൂബത്ത, സയ്യിബാണ് ഇരുന്നു എന്ന അവളുടെ വാദം. എപ്പോഴാണ് വാദം? ബാദ യുസബ്ബി ജഹൽ ലബു, പിതാവ് അവളെ വിവാഹം ചെയ്തതിനു ശേഷം. ബി ഗൈരി ഇതിനിഹ, സമ്മതമല്ല അങ്ങനെ വിവാഹം ചെയ്യുക. ബി ദന്നിഹി, അയാൾ അവളെക്കുറിച്ച് വിചാരിച്ചു ബിക്റാണ് എന്ന് വിചാരിച്ചു. അവിടെ ഫലാ തുസദ്ദഖു ഹിയ, അവളുടെ വാദം അംഗീകരിക്കപ്പെടുന്നതല്ല. എന്തുകൊണ്ട്? അവളെ വാദം അംഗീകരിച്ചാൽ ലിമാഫി തസ്ദീഖിഹ, അംഗീകരിച്ചാൽ മിൻ ഇബ്താലി നിക്കാഹ് ബാത്തിലാക്കേണ്ടി വരും. മാത്രമല്ല മറ്റൊരു തെളിവ്, മാ അന്നൽ അസ്ല ബഖാഉൽ ബക്കാറത്തി, അസ്ല് പിന്നെ ബക്കാറത്ത് ഉണ്ടാവലാണല്ലോ, ബിക്റായിട്ടല്ലേ ഒരു പെണ്ണ് ജനിക്കുക. അപ്പം ബിക്റാവുക എന്നുള്ളതാണല്ലോ അസ്ല്. അപ്പോൾ പിന്നെ വാപ്പാൻ്റെ ആ ധാരണയെ, പിതാവിൻ്റെ ആ വിചാരത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അവൾ പറഞ്ഞു എന്ന് മാത്രമല്ല, 4 സാക്ഷികൾ തന്നെ പറഞ്ഞു സയ്യിബായിരുന്നു, എന്നാലും സ്വീകരിക്കില്ല. കാരണം അവൾ സയ്യിബാണ് എന്ന് പറയുന്നത് വേറെന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിലോ, വിരൽ കൊണ്ട് പൊട്ടിയതാണ് എന്നോ, അല്ലെങ്കിൽ ബിക്കറല്ലാതെ കന്യകയല്ലാതെ ജനിച്ച കുട്ടിയാകാനൊക്കെ സാധ്യതയുണ്ടല്ലോ. ബൽ മാത്രമല്ല, ലോ ഷഹീദത്ത് അർബഉ നിസ്വത്തിൻ ബി സുയൂബത്തിഹ, 4 സ്ത്രീകൾ അവൾ സയ്യിബാണ് എന്ന് സാക്ഷ്യം പറഞ്ഞാൽ, ഇന്ദൽ അഖദി, അഖദിൻ്റെ നേരത്തെ അവൾ സയ്യിബായിരുന്നു, അതുകൊണ്ട് അവളെ സമ്മതമല്ലാതെ കെട്ടിച്ചത് ശരിയല്ല എന്ന് വരുന്ന വിധത്തിൽ സാക്ഷ്യം പറഞ്ഞാൽ ലം യബ്തുൽ, അപ്പോഴും നിക്കാഹ് ബാത്തിലാവില്ല. കാരണം ലിഹ്തിമാലി ഇസാലത്തിഹാ ബിനഹവി ഇസ്ബഈൻ, വിരൽ പോലോത്തത് കൊണ്ട് അത് നീക്കാൻ സാധ്യതയുണ്ടല്ലോ. വിരൽ പോലോത്ത് കൊണ്ടൊക്കെ നീക്കിയാൽ ബിക്റിൻ്റെ ഹുക്കുമല്ലേ. ഔ ഹിഖത്ത് ബിദൂനിഹ, അല്ലെങ്കിൽ ബക്കാറത്ത് ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാകാമല്ലോ. ആ അടിസ്ഥാനത്തിലായിരിക്കാം ഈ സാക്ഷികൾ സയ്യിബാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കൂട്ടൂല. അതുപോലെ ഒരു പെൺകുട്ടിനെ കെട്ടിക്കുമ്പോൾ, മുമ്പ് കെട്ടിച്ചൊരു പെൺകുട്ടിനെ മകളെ വാപ്പ കെട്ടിക്കുകയാണ്. അപ്പോൾ സയ്യിബാണോ ബിക്കറാണോ, കെട്ടിച്ചിട്ടുണ്ടെങ്കിലും അവർക്കിടയിൽ ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഒരു പെണ്ണ് പറഞ്ഞാൽ, മകൾ പറഞ്ഞാൽ, വാപ്പാക്ക് ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവളെ കെട്ടിക്കാം. അതിനെക്കുറിച്ച് പറയുന്നു. ഒഫി ഫതാവൽ കമാലി റദ്ദാദ് റഹ്മഹുല്ലയുടെ ഫതാവയിൽ കാണാം, യജൂസു ലില്ലബി തസ്ബീജു സഗീറത്തിൻ, വാപ്പാക്ക് ചെറിയ പെൺകുട്ടിയെ കെട്ടിക്കാം. ഏത് ചെറിയ പെൺകുട്ടി?
അഖ്ബറത്തുഹു, അവൾ ഉപ്പാനോട് പറഞ്ഞു, അന്ന സൗജല്ലതി തൊല്ലഖഹ, അവളെ മൊഴി ചൊല്ലിയിരിക്കുന്ന ഭർത്താവ് ലം യത്ഹ, അവളെ വത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ എന്താകണം, ഇതാ ഗലബല ദന്നിഹി സിദ്ഖ ഖൗലിഹ, അവൾ പറയുന്നത് സത്യമാകാമെന്ന് അയാൾക്ക് നല്ല ഒരു വിചാരമുണ്ടാകുമ്പോൾ, കളവാണെന്ന് പറഞ്ഞാൽ അതായത് ഇതാ ഗലബല ദന്നിഹി, പിതാവിന് ഒരു മികച്ച ധാരണ കിട്ടിയാൽ, നല്ല ഒരു ധാരണ കിട്ടിയാൽ, സിദ്ഖ ഖൗലിഹ, അവളെ പറയുന്നത് സത്യമാണ് എന്ന്. വൈൻ ആശ്രഹ സൗജു അയ്യാമൻ, കുറേ ദിവസം ഭർത്താവ് അവളുമായി കൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അങ്ങനെ ആകുമ്പോൾ അവളെ വാക്ക് കേട്ടിട്ട് അവളെ കെട്ടിക്കാം. പ്രായപൂർത്തിയാകാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ചെറിയ പെൺകുട്ടിയാണെങ്കിലും 10 നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രായപൂർത്തിയായിട്ട് പിന്നെ രണ്ടാമത് കെട്ടിക്കാൻ പറ്റും. അപ്പോൾ അവളെ വാക്ക് സ്വീകരിക്കാം. ഒലാ എന്തലുറു ബുലൂഅഹ ലിതസ്വീജി, ഇനി എന്താക്കേണ്ട, അവളെ വാക്ക് സ്വീകരിക്കുന്നത് കൊണ്ട് കെട്ടിക്കുന്നതിന് വേണ്ടി പ്രായപൂർത്തി കാത്തിരിക്കേണ്ടതില്ല. ഏതായാലും മുജ്ബറായ വലിയാണ് വാപ്പയും വല്യാപ്പയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അസ്ലി എന്നാ പറയാം. വാപ്പ വല്യാപ്പ ഇവർക്ക്, വാപ്പാൻ്റെ ആപ്പ. ഉമ്മാൻ്റെ ഉപ്പാക്ക് അധികാരമില്ല കേട്ടോ, ഉമ്മാക്കില്ലാത്തതുപോലെ. സുമ്മ ബാദൽ അസ്ലി, പിന്നെ അസ്ലി കഴിഞ്ഞാൽ അസബത്തുഹ, അവരുടെ പിതാവിൻ്റെ കുടുംബങ്ങളാണ്, അവരുടെ പെണ്ണിൻ്റെ കുടുംബമാണ്. അത് ഈ ഹസബ എന്ന് പറഞ്ഞാൽ മൻ അലാ ഹാഷിയത്തിൻ നസബി, നസബിൻ്റെ ഭാഗത്തുള്ളവരാണ്, സൈഡിലുള്ള ആൾക്കാരാണ്. നസബ് പറഞ്ഞാൽ പിതാവിൻ്റെ പിതാവ്, ഇതിൻ്റെയൊക്കെ സൈഡിലുള്ള ആൾക്കാരല്ലേ പിതാവിൻ്റെ നസബിൻ്റെ ഹാഷിയത്തിൽ തൊറഫിൽ ഉള്ള ആളുകൾ. അപ്പോൾ യുഖദ്ദമു, അപ്പോൾ ആബും വല്യാപ്പയും കഴിഞ്ഞാൽ യുഖദ്ദമു അഹുല്യാബിനി, മാതാവും പിതാവും മൊത്ത സഹോദരനെ മുന്തിക്കപ്പെടും. അഹുല്യാബിൻ, പിന്നെ പിതാവത്ത സഹോദരനെ. ബനൂഹുമ, പിന്നെ അവരുണ്ടാവരുടെയും മക്കളെ. കദാലിക്ക, നേരത്തെ പറഞ്ഞ ക്രമത്തിൽ. യുഖദ്ദമു ബനുൽ ഇഖ്വത്തിലി അബവൈനി, അപ്പം എന്ത് ചെയ്യും, മാതാവും പിതാവും മൊത്ത സഹോദരങ്ങളുടെ മക്കളെ മുന്തിക്കപ്പെടും. സുമ്മ ബനുൽ ഇഖ്വത്തിലി അബിൻ, പിന്നെ പിതാവത്ത സഹോദരങ്ങളുടെ മക്കളെ. ഫബഅദ ബിനിൽ അഖി, സഹോദരൻ്റെ പുത്രന് ശേഷം ഒരു പെണ്ണിന് സഹോദരപുത്രൻ കെട്ടിക്കേണ്ടി വരും. അമ്മായിനെ നടത്താം, അമ്മായി എന്നല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, സഹോദരൻ്റെ മകൻ. അത് കഴിഞ്ഞാൽ ഫബഅദ ബിനിൽ അഖി അമ്മുൽ അബീന്, മാതാവും പിതാവും എത്ത പിതൃബ്യൻ, അതായത് വാപ്പാൻ്റെ ജ്യേഷ്ഠനും അനിയനും. സുമ്മ ലിയബിൻ, പിന്നെ പിതാവത്തെ പിതൃബ്യൻ. സുമ്മ ബനൂഹുമ, പിന്നെ അവരുടെ മക്കൾ. കദാലിക്ക, നേരത്തെ പറഞ്ഞ ക്രമത്തിൽ. സുമ്മ അമ്മുൽ അബി, പിന്നെ ഈ പെൺകുട്ടിയുടെ വാപ്പാൻ്റെ അമ്മ, വല്യാപ്പാൻ്റെ അനിയനും ജ്യേഷ്ഠനും നടത്താം. സുമ്മ ബനു, പിന്നെ അവരെ മക്കൾ. കദാലിക്ക, അപ്രകാരം. ബഹാക്കഥ, അങ്ങനെ മേലോട്ട് പോകും. അത് കഴിഞ്ഞാൽ ഇവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആരാണ്, മുഅത്തിഖ് എന്ന് പറയും. ഈ പെൺകുട്ടി മുമ്പ് അടിമ സ്ത്രീയായിരുന്നു, പിന്നെ അതിൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതാണ്. അങ്ങനെയാകുമ്പോൾ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ആൾക്ക് അവളെ കെട്ടിക്കാം, അവൾക്ക് വാപ്പല്ല സഹോദരങ്ങളൊന്നും ഇല്ലെങ്കിൽ. സുമ്മ ബാദ ഫഖ്ദി അസബത്തി, നസബില അസബ ഇല്ലാത്തതിന് ശേഷം മങ്കാന അസബ തമ്പി വലായിൻ, വലാ കൊണ്ട് അസബയായവർക്കാണ് അധികാരം. വലാ എന്ന് പറഞ്ഞാൽ അടിമമോചനാധികാരം, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ അധികാരം. തെർത്തീബ് ഇർത്തിയും, അതെങ്ങനെ, അനന്തരാവകാശത്തിലെ ക്രമം പോലെ തന്നെ. അപ്പോൾ യുഖദ്ദമു മുഅത്തിഖുൻ, അപ്പോൾ ഇത്ഖ് ചെല്ലിയ പുരുഷനെയാണ് മുന്തിക്കേണ്ടത്. ആ പെൺകുട്ടിക്ക് വാപ്പല്ല വല്യാപ്പല്ല സഹോദരങ്ങളൊന്നും ഇല്ല, അതിന് ഇത്ഖ് ചെല്ലിയിട്ടുണ്ടെങ്കിൽ അവർ ഫഅസ്ബാത്ത്, ഇത്ഖ് ചെല്ലിയ ആളില്ലെങ്കിൽ അയാളെ കുടുംബങ്ങൾ, സഹോദരങ്ങൾ, അങ്ങനെ. സുമ്മ മുഅത്തിഖുൽ മുഅത്തിഖ്, പിന്നെ മുഅത്തിഖിൻ്റെ മുഅത്തിഖ്, അതായത് ഈ പെൺകുട്ടിയെ ഇത്ഖ് ചെല്ലിയ വ്യക്തിയില്ല, അയാളെ കുടുംബങ്ങളില്ലെങ്കിൽ, അയാൾ മുമ്പ് അടിമയാണെങ്കിൽ അയാൾ ഇത്ഖ് ചെല്ലിയ ആൾ. സുമ്മ അസ്ബാത്തു, പിന്നെ അയാളുടെ കുടുംബങ്ങൾ. വഹാക്കഥ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാപ്പാക്കും വല്ലിപ്പാക്കും ഉള്ളൊരധികാരം സഹോദരങ്ങൾക്കും അസബത്തിനും ഇല്ല. അപ്പാക്കും വല്യാപ്പാക്കും എന്ത് ചെയ്യാൻ പറ്റും, ബിക്കറിന് എന്ത് ചെയ്യുക, സമ്മതമല്ലാതെ കെട്ടിക്കുക, കുഫുവിനോട് കെട്ടിക്കുക എന്ന് പറഞ്ഞിരുന്നു. വത്ത് കൊണ്ട് സയ്യിബായ പെൺകുട്ടിയാണെങ്കിൽ സമ്മതം നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വ്യത്യാസം? ബിക്കറാണെങ്കിൽ കുട്ടിപ്രായത്തിൽ തന്നെ കെട്ടിക്കാൻ സമ്മതം വാങ്ങണമെന്നില്ല. സയ്യിബാണെങ്കിലോ, വത്ത് കൊണ്ട് സയ്യിബാണെങ്കിലോ, അപ്പം പ്രായപൂർത്തിയായ പെൺകുട്ടിനെ പ്രായപൂർത്തിയായിട്ടേ കെട്ടിക്കാൻ പറ്റൂ, സമ്മതം വാങ്ങിയിട്ടേ കെട്ടിക്കാൻ പറ്റൂ.
ആങ്ങളക്ക് കെട്ടിക്കണമെങ്കിൽ 2 ഷർത്തുണ്ട് നടത്തണം. സമ്മതം വേണം, പ്രായപൂർത്തിയാകണം. വാപ്പാക്ക് സയ്യിബിനെ കെട്ടിക്കുകയാണെങ്കിൽ, സയ്യിബിനെയാണ് വാപ്പയും വല്യാപ്പയും കെട്ടിക്കുന്നതെങ്കിൽ മുമ്പ് കെട്ടിച്ച പെൺകുട്ടിയാണ്. അങ്ങനെ ആകുമ്പോൾ അവളെ സമ്മതവും വേണം, വാക്കാൽ സമ്മതവും വേണം, പ്രായപൂർത്തിയാകും വേണം. അഹുല്യ അബവൈനി പോലെയുള്ള അസബത്തിൻ്റെ അധികാരം എന്താ നോക്കൂ. സ്വയുസബ്ബിജൂൻ, ഈ പറയപ്പെട്ട ആളുകൾ അല്ല ഔലിയാവുൽ മദ്കൂറൂന അലാ തർത്തീബി വിലായത്തിഹിം, ഇവർ കെട്ടിക്കും, അവർക്കുള്ള അധികാരത്തിൻ്റെ ക്രമത്തിൽ കെട്ടിക്കും. ബാലിഗത്തൻ, പ്രായപൂർത്തിയായ പെൺകുട്ടിനെ മാത്രമേ കെട്ടിക്കൂ. ലാ സഗീറത്തൻ. അബു ഹനീഫ് ഇമാം വിഷയത്തിൽ പറയുന്നത് ചെറിയ പെൺകുട്ടിയും കെട്ടിക്കാണ്. ബി ഇതിന് സയ്യിബിൻ, സയ്യിബിൻ്റെ സമ്മതത്തോടു കൂടെ. സയ്യിബി വത്ത് കാരണമായി സയ്യിബായി, വിരലുകൊണ്ടോ അല്ലെങ്കിൽ തീരെ ബക്കാറത്തില്ലാതെ ജന്മം കൊണ്ട് അങ്ങനെ അതല്ല കേസ്, മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ വത്തിനാൽ സയ്യിബായ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടെ കെട്ടിക്കും. അതും സമ്മതം എങ്ങനെയായിരിക്കണം? മുത്തഖന് വാക്കാൽ. കാരണം നേരത്തെ പറഞ്ഞ ഹദീസിലുണ്ടല്ലോ, ദാറഖുത്നി ഇപ്പോൾ ചെയ്ത ഹദീസ് കാണാം. അസാബിഖി നേരത്തെ പറഞ്ഞ എന്ത്, അസയ്യിബു അഹഖു ബിനഫ്സിഹാ മിൻ വലിയിഹാ, സയ്യിബ് അവളെ കാര്യത്തിൽ വലിയനേക്കാൾ കൂടുതൽ അവകാശമുള്ളവളാണ്. ഈ സയ്യിബും വിക്രും വ്യത്യാസമുണ്ടല്ലോ. സയ്യിബാകുമ്പോൾ കല്യാണവും ഭർത്താവും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അവരെ സമ്മതമൊക്കെ നല്ലോണം വാങ്ങണം. ഇതൊന്നും അറിയാത്ത ബിക്റാകുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സമ്മതം ചോദിച്ചിട്ടില്ലെങ്കിൽ അത് വാപ്പാക്കും കൂടുതൽ അറിയാൻ പറ്റുക. വയജൂസുൽ ഇതിന് മിൻഹാബിൽ ലഫ്ദിൽ വക്കാലത്ത്, എങ്ങനെ സമ്മതം വാങ്ങുക? അത് നേരെ വാങ്ങണമെന്നില്ല, വേറെ ആളെ ഏൽപ്പിച്ച് വാങ്ങിയാലും മതി. മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് സമ്മതം വാങ്ങലും അനീതിയമാകും. യജൂസുൽ ഇതിന് മിൻഹാബിൽ ലഫ്ദിൽ വക്കാലത്ത്, അതിൻ്റെ ഒരുപാട് വാചകങ്ങൾ പറയുന്നുണ്ട്. ഈ സമ്മതം വാങ്ങുന്നതിൻ്റെ ഒരുപാട് വാചകങ്ങൾ എന്തൊക്കെയാണത്? ഒരു പെൺകുട്ടി പറയാണ്, വക്കൽത്തു കബീ തസ്വീജി, എന്നെ കെട്ടിക്കാൻ ഞാൻ നിന്നെ വക്കാലത്ത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 1. 2. റളീത്തു ബിമൻ യർല്ലാഹു അബി ഔമ്മി, എൻ്റെ വാപ്പി ഇമ്മി എന്നെ കെട്ടിക്കാൻ തൃപ്തിപ്പെടുന്ന ഒരാളോട് കെട്ടിക്കാൻ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. 3. റളീത്തു ബിമാ യഫ്അലുഹു അബി, എൻ്റെ വാപ്പ ചെയ്യണമൊക്കെ ഞാനും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് സമ്മതം. വാപ്പ സമ്മതം വാങ്ങേണ്ടിടത്തും സഹോദരങ്ങൾ സമ്മതം വാങ്ങേണ്ടിടത്തും ഒക്കെ ഇതന്നെ വിഷയം. ഉമ്മ ചെയ്യണതെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ലാ ബിമാ തഫ്അലുഹു ഉമ്മി, എൻ്റെ ഉമ്മ ചെയ്യുന്നത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്നഹാലാ താഖിദ്, കാരണം ഉമ്മാക്ക് അഖദ് നടത്താൻ അധികാരമില്ല. അഖദ യാഖിദു, അഖദ് നടത്തി. അതുപോലെ വല ഇൻ റളിയ ബി ഉമ്മി, എൻ്റെ വാപ്പയും ഉമ്മയും തൃപ്തിപ്പെട്ടാൽ എന്നെ കെട്ടിക്കാൻ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാലും പറ്റില്ല. കാരണം തൃപ്തിപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ താലീഖ് വന്നു, അത് പറ്റില്ല. ഉറപ്പായിട്ടുള്ള സമ്മതം വേണം. 3. പദം അല്ല 4. പദം റളീത്തു ഫുലാനൻ സൗജൻ, ഞാൻ ആ വ്യക്തിയെ ഭർത്താവായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ 5. പദം റളീത്തു അൻ ഉസവ്വജ, എന്നെ കെട്ടിക്കാൻ ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയും പറ്റും. 6. പദം ഒക്കെ അതുപോലെ ബി അതിൻതു ലഹു ഐ യാഖിദലി, എനിക്ക് അക്ക് വേണ്ടി അഖദ് നടത്താൻ ഞാൻ അവന് സമ്മതം നടത്തിയെന്നാണ്. അഖദ് നടത്തുക പറയുമ്പോൾ കച്ചവടം നടത്താനും നല്ലല്ല അർത്ഥം, എന്നാലും അത് മതി. വൈലം തദ്കുർ നിക്കാഹൻ, നിക്കാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ, കാരണം അഖദ് എന്നൊരു പെൺകുട്ടി പറയുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുക, നിക്കാഹ് എന്നാണല്ലോ. എനിക്ക് വേണ്ടി അഖദ് നടത്താൻ ഞാൻ അവന് സമ്മതം നൽകിയെന്ന് പറഞ്ഞാലും മതി. അവിടെ നിക്കാഹിൻ്റെ അഖദ് എന്ന് പറഞ്ഞില്ലെങ്കിലും അലാമാബുഹിത ചർച്ച ചെയ്യപ്പെട്ടത് പ്രകാരം. ഇനി മറ്റൊരു പദം കൂടെ ഉണ്ട്, അവളോട് ചോദിച്ച് സമ്മതം വാങ്ങൽ. വലോ ഖീലല, അവളോട് പറഞ്ഞു, ആ റളീത്തി ബി തസ്വീജി, കല്യാണം കഴിച്ചു കൊടുക്കാൻ നീ തൃപ്തിപ്പെടണോ ചോദിച്ചോ. ഓള് റളീത്തു എന്ന് പറഞ്ഞു, അപ്പോഴും കഫ മതിയാകുന്നതാണ്. അപ്പോൾ സയ്യിബിനോട് സമ്മതം ചോദിക്കുമ്പോൾ വാക്കാൽ നുത്കാൽ സമ്മതം വേണം. ബിക്കറിനോട് സമ്മതം ചോദിക്കുമ്പോഴോ വാക്കാൽ വേണമെന്നില്ല, സ്വന്ത് മൗനം സമ്മതം മതി. ഓ സംതി ബിക്കിരിൻ, ബിക്കറിൻ്റെ സംത്തുമാണത്. വാക്കാലുള്ള സമ്മതം വേണം. ഓ സംതി ബിക്കിരിൻ, ബിക്കറിൻ്റെ മൗനം കൊണ്ടുള്ള സമ്മതവും വേണം. വലു അതീഖത്തൻ, നീതക്ക് ചെല്ലപ്പെട്ട പെൺകുട്ടിയാണെങ്കിലും. എങ്ങനത്തെ മൗനം? ഉസ്തുദീനത്ത്, അവളോട് സമ്മതം ചോദിക്കപ്പെട്ടു. ഫി കുഫുവിൻ ഔ ഗൈരിഹി, കുഫുവിനോട് കെട്ടിക്കാനോ
കുഫു അല്ലാത്ത ഒരാളോട് കെട്ടിക്കാൻ ആരോടാവട്ടെ സമ്മതം ചോദിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? മിണ്ടിയില്ല. അതും സമ്മതമാണ്. അതിന് ബക്കത്ത് ഇഞ്ഞോൾ കരഞ്ഞാൽ പോലും സന്തോഷം കൊണ്ട് കരഞ്ഞായിരിക്കാം. പക്ഷേ കരച്ചിൽ എന്ന് പറയുമ്പോൾ എന്ത് കരച്ചിലാന്ന് നോക്കണം. ലാക്കിം ഗൈരി സിയാഹിൻ ഔ ലർബി ഖദ്ദിൻ, കവളിൽ അടിക്കാതെ ബഹളം വെക്കാതെയുള്ള കരച്ചിലാണ്. എന്നാൽ പോലും അത് മതി. ലി ഖബരിൻ, കാരണം ആ വിഷയത്തിൽ ഒരു ഹദീസുണ്ട്. അത് ഹദീസ് അൽ ബിക്റു തുസ്തഉമറു, ബിക്റിനോട് സമ്മതം ചോദിക്കേണ്ടതാകുന്നു. എന്നിട്ട് മുത്തുനബി പറയാണ് വൈദുനുഹ, അവളുടെ സമ്മതം, സുക്കൂത്തുഹ, അവളുടെ മൗനമാകുന്നു. അപ്പം ബത്ഇൽ സയ്യിബായ പെൺകുട്ടിനോട് സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞു. വാക്കാൽ സമ്മതം വേണം എന്ന് പറഞ്ഞു. അപ്പം ഇനി ബത്ഇനാലല്ലാതെ സയ്യിബായ പെൺകുട്ടിയോടോ, അതൊരു ചർച്ചയാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത പാഠത്തിൽ പറയാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടപ്പെട്ട അഹ്ലുകാരിൽപ്പെടുത്തി തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.